കാലുകളിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചു, കൈകൾ കെട്ടി, വിമാനത്തിലെ സീറ്റിൽ നിന്ന് അനങ്ങാൻ അനുവദിച്ചില്ല. മൂത്രമൊഴിക്കാൻ പോലും കാലു പിടിക്കേണ്ടി വന്നു. ശൗചാലയത്തിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് തള്ളിയിടുകയായിരുന്നു. 40 മണിക്കൂറോളം പറഞ്ഞറിയിക്കാൻ പ്രയാസമുള്ള സഹനമായിരുന്നു വിമാനത്താവളത്തിലും പുറത്തും. പെട്ടി വലിച്ചെറിയുന്നത് പോലെയാണ് ഞങ്ങളെ വലിച്ചിഴച്ചത്. മൃഗങ്ങളോട് പോലും ഇതിലും മര്യാദയുണ്ടാകും. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട് സൈനിക വിമാനത്തിൽ അമൃത്സറിലെത്തിയ യുവകർഷകനായ ഹർവീന്ദർ സിംഗ് എന്നയാൾ പറഞ്ഞ വാക്കുകളാണിത്. കുട്ടികളെ ഒഴികെ എല്ലാവരെയും വിലങ്ങണിയിച്ചാണ് ഇന്ത്യയിലെത്തിച്ചത്. കൊള്ളപ്പലിശയ്ക്ക് ബ്ലേഡുകാരിൽ നിന്ന് വായ്പയെടുത്തും 1 ഏക്കർ ഭൂമി പണയം വെച്ചും വ്യാജ ഏജന്റിന് 42 ലക്ഷം രൂപ നൽകിയാണ് ഹർവീന്ദർ 8 മാസം മുൻപ് അമേരിക്കയിലേക്ക് പോകാൻ ശ്രമിച്ചത്. വീടും പറമ്പും പണയപ്പെടുത്തിയും സ്വർണ്ണാഭരണങ്ങൾ വിറ്റും സ്വകാര്യ പലിശക്കാരിൽ നിന്ന് അമിത പലിശയ്ക്കും ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങിയുമൊക്കെയാണ് മിക്കവരും പണം നൽകിയത്. അമേരിക്കയിലേക്ക് നിയമപരമായി പോകാനായിരുന്നു ഇത്രയധികം പണം നൽകിയതെന്നും തിരിച്ചെത്തിയവർ പറഞ്ഞു. അമേരിക്കയിൽ ജോലി കിട്ടിയാൽ പണം തിരിച്ചു നൽകാമെന്നാണ് കരുതിയത്. പേടി സ്വപ്നമായി മാറിയ അമേരിക്കൻ സ്വപ്നയാത്രയുടെ ദുരിതങ്ങൾ വിവരിക്കുമ്പോൾ തിരിച്ചെത്തിയവരുടെ കണ്ണുകൾ നിറഞ്ഞു. വിവിധ ഭൂഖണ്ഡങ്ങളിലൂടെ മാസങ്ങളോളം നടത്തിയ അപകടകരമായ യാത്രയുടെ അവസാനത്തിൽ അവർക്ക് കിട്ടിയത് സ്വാതന്ത്ര്യവും സ്വപ്നജീവിതവുമല്ല, തണുത്ത ചങ്ങലകളും കൊടിയ പീഡനങ്ങളും. അവഹേളനങ്ങൾ വേറെയും. മനുഷ്യക്കടത്തുകാരുടെ ചതിയിലും വഞ്ചനയിലും പെട്ട് ജീവിതം തകർന്ന ഹതഭാഗ്യരിൽ ചിലർ മാത്രമാണ് ജന്മനാട്ടിൽ തിരിച്ചെത്തിയത്. നിയമപരമായ കുടിയേറ്റം വാഗ്ദാനം ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയ ഏജന്റുമാർ കബളിപ്പിച്ചുവെന്ന് മനസ്സിലാക്കാൻ പോലും ആഴ്ചകളെടുത്തു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഹരിയാന തുടങ്ങി BJP ഭരണ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ മാധ്യമങ്ങളോട് സംസാരിക്കാതിരിക്കാൻ പോലീസ് പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ലോക ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ നാടുകടത്തലാണ് അമൃത്സറിലേക്ക് അമേരിക്ക നടത്തിയതെന്നാണ് റിപ്പോർട്ട്. സാധാരണ നാടുകടത്തലിന് ഉപയോഗിക്കാറുള്ള ചാർട്ടേഡ് വാണിജ്യ വിമാനങ്ങൾക്ക് മണിക്കൂറിന് 15 ലക്ഷത്തോളമാണ് ചെലവ്. എന്നാൽ ഇത്തവണ നാടുകടത്തലിന് അമേരിക്ക ഉപയോഗിച്ച C-17 ഗ്ലോബ് മാസ്റ്റർ ട്രാൻസ്പോർട്ട് വിമാനത്തിന് മണിക്കൂറിന് 24,95,400 രൂപയാണ് പ്രവർത്തന ചെലവ്. ഇന്ത്യയിലേക്കുള്ള 40 മണിക്കൂർ യാത്രയ്ക്ക് മാത്രം 10 കോടിയോളം രൂപ. മടക്കയാത്രയ്ക്ക് വേറെ ചെലവും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന് ആദ്യ ബാച്ചിൽ നാടുകടത്തിയ 104 അനധികൃത കുടിയേറ്റക്കാരിൽ ഉൾപ്പെട്ടവരാണ് ഈ ഹതഭാഗ്യർ. പ്രസിഡന്റ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തി വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യൻ പൗരന്മാരെ അമേരിക്ക അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തത്. രേഖകളില്ലാതെ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചവരെ തിരിച്ചയച്ചതിനല്ല, മറിച്ച് ഇതിനായി സ്വീകരിച്ച അതിക്രൂരവും മനുഷ്യത്വരഹിതവുമായ നടപടിയാണ് പാർലമെന്റിലും പുറത്തും വലിയ രോഷത്തിനിടയാക്കിയത്.